പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും മുഴുവനും കാണണം. കാരണം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ഇപ്പോൾ തഴച്ചു വളരുന്ന ഒരു സിൻഡിക്കേറ്റാണ് റഫറൽ സിൻഡിക്കേറ്റ്. അത് കേരളത്തിൽ മുഴുവനായിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ, അതുപോലെ കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് നടക്കുന്നത്. എന്താണ് ഈ റഫറൽ സിൻഡിക്കേറ്റ്? ഓരോ ഹോസ്പിറ്റലും ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ, ക്ലിനിക്കുകളിൽ ഈ വളരെ വേദനാജനകമായിട്ട് നിൽക്കുന്ന ആളുകൾ, രോഗം മൂർച്ഛിച്ച് നിൽക്കുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില പി ആർ ഒ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റിലേഷൻസ് മാനേജർ, അങ്ങനെയുള്ള ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരെ റെഫർ ചെയ്യുന്ന ആ ഹോസ്പിറ്റലിലേക്ക്, ഇപ്പോൾ കണ്ണൂർ ഇപ്പം ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. ബിബി മെമ്മോറിയലിൽ ഒരു കുട്ടിക്ക് മസ്തിഷ്കാഘാതം സംഭവിച്ചിട്ടുണ്ട്. അതൊരു ഹോസ്പിറ്റലായിട്ട് തന്നെ കുട്ടിക്കോ? പിന്നെ മറ്റുള്ള ഹോസ്പിറ്റലിൽ നമ്മൾ കറക്റ്റായിട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. വഴിക്ക് ഞാനത് പറയും, തീർച്ചയായിട്ടും പറയും. കാരണം ഒരു രോഗി അവിടെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഒന്ന്, അവർക്ക് വേണ്ടുന്നുള്ള ചികിത്സക്കുള്ള പണത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഓരോ ഹോസ്പിറ്റലിലും പോയി കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ മനസ്ഥിതിയോട് കൂടിയിട്ട് വരുന്ന ചില ആളുകൾ, അവർക്ക് കിട്ടുന്ന ഭീമമായ കമ്മീഷൻ, അതെന്താന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ കൊന്നു തിന്നുന്ന ഒരു കൂട്ടം ആൾക്കാരെന്ന് തന്നെ ഞാനതിനെ വിശേഷിപ്പിക്കാം. അപ്പം അങ്ങനെയുള്ള ഹോസ്പിറ്റലിൽ റെഫറലായിട്ട് പോകുന്ന മറ്റുള്ള ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്ക് കിട്ടുന്നത് ലക്ഷങ്ങളാണ്. ആഡംബര ജീവിതം, വിദേശ യാത്രകൾ, എല്ലാം, അതിലൊന്നും ഒരു തർക്കവുമില്ല. അതിലെല്ലാം കുറേ വേണമെങ്കിൽ നമുക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ ഓരോ ഹോസ്പിറ്റലിലും നടക്കുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. പക്ഷേ ഇത് പൊതുവായിട്ട് കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു രോഗാവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ബേജാറാവരുത്. നിങ്ങൾ ടെൻഷനാവാതെ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനോട് അനുബന്ധിച്ചിട്ട് നിങ്ങളുടെ വിഷമങ്ങൾക്ക് ഒന്നിച്ചിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റൽസിനെ മാത്രം തിരഞ്ഞെടുക്കുക. ഇത് ശക്തമായ മുന്നറിയിപ്പാണ്. അല്ലെങ്കിൽ നിങ്ങൾ വരുമ്പോഴേക്കും നിങ്ങൾ രോഗികളാകും. കാരണം ഈ രോഗി ഓൾറെഡി രോഗിയാണ്. പിന്നെ വരുന്ന ആൾക്കാർ പിന്നെ രോഗികളായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് വരും. കാരണം അപ്പോഴേക്കും അവരുടെ കിടപ്പാടെല്ലാം പോയിട്ടുണ്ടാകും. പിന്നെ ആ ടെൻഷൻ കൊണ്ട് എങ്ങനെയായാലും അവരും രോഗികളാവും. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. റഫറൽ സിൻഡിക്കേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ശക്തമായ രീതിയിൽ ഞാൻ സ്നേഹം സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടും. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും നോക്കി നിൽക്കില്ല എന്ന് ഇതിലൂടെ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്.